FSDL എല്ലാ ക്ലബ്ബുകൾക്കും കൊടുത്തിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എല്ലാ പ്രോസസ്സുകളും ISLD സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ISL ഇല്ലെങ്കിൽ ഇവര് ടീം ബിൽഡ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് മുടക്കുന്ന ക്യാഷ് വേസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എല്ലാ പ്രോസസ്സും സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് ഫ്രീസ് ആയി നിൽക്കുകയാണ് ശരിക്കും. അപ്പൊ എപ്പോഴാണ് ഈ ടീമൊക്കെ ബിൽഡ് ചെയ്തെടുക്കുന്നത് ഓരോ എല്ലാവരും ISL കളിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ടീം ബിൽഡ് ചെയ്യണ്ടേ? അപ്പൊ അതിനൊക്കെയുള്ള സമയം ഇനി എവിടെയാണ്? എത്രയും വേഗം ഇതൊക്കെ സോൾവ് ചെയ്യേണ്ട കേസുകളല്ലേ? നമ്മളിത് വെറുതെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ഹാഷ്ടാഗ് ക്യാമ്പയിനിങ്ങും അതേപോലെ പ്രതിഷേധങ്ങളും ഒക്കെ ആരംഭിക്കേണ്ട സമയമാണ്. ഈ സമയത്താണ് ഇതൊക്കെ വേണ്ടത്. മഞ്ഞപ്പടയാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി ആണെങ്കിലും അതുപോലെ വെസ്റ്റ് ബ്ലോക്ക് ബ്ലൂ ആണെങ്കിലും അങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാ ക്ലബ്ബുകളുടെയും ഫാൻസ് വിങ്ങുകളൊക്കെ ഒന്നിച്ച് നിന്ന് ഒരു ക്യാമ്പയിനിങ് ഒക്കെ നടത്തേണ്ട സമയമായിരിക്കുന്നു ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഈ ISLന്റെ ഈ പ്രശ്നം മാത്രമല്ല, ഇന്ത്യൻ ഫുട്ബോൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ 127 റാങ്കിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നാണക്കേടാണിത്. അപ്പൊ ഫുട്ബോൾ ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്ലീപ്പിംഗ് ജയന്റ് ഇപ്പോണരും എന്ന് പറഞ്ഞിരിക്കുക. പക്ഷെ അത് ഉറക്കം തന്നെയാണ്. അപ്പൊ അത് നമ്മള് മഞ്ഞപ്പടയൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ സീസണിലൊക്കെ ഭയങ്കര വലിയ പ്രതിഷേധമാണ് ടീമിനെതിരെ നടത്തിക്കൊണ്ടിരുന്നത്, ടീമിന്റെ മാനേജ്മെന്റിനെതിരെ നടത്തിക്കൊണ്ടിരുന്നത്. ടീമിനെതിരെ അല്ല, മാനേജ്മെന്റിനെതിരെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും എല്ലാവരും അതിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അത് ആവശ്യമുള്ള കാര്യമായിരുന്നു. അത് നമ്മള് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടത് ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി കൂടി നമ്മൾ ഇതെല്ലാം ചെയ്യണം. നമ്മൾ ഓരോ ഫാൻസും, അത് മഞ്ഞപ്പട മാത്രമല്ല, ഇനിയിപ്പോ ഏതെല്ലാം ക്ലബ്ബ് ടീമിന് ഏതെല്ലാം ഫാൻസ് വിങ്ങുകൾ ഇന്ത്യയിലുണ്ടോ എല്ലാവരും ഇതിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും ക്യാമ്പയിനിങ്ങിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം മുന്നിട്ട് ഇറങ്ങണം. അത് ശരിക്കും പറഞ്ഞാൽ തെരുവിൽ ഇറങ്ങി സമരം ചെയ്യണം. അതിനുള്ള ഒരു പരിപാടി ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട്.